ഇപ്പോൾ ലോക്സഭയിൽ വഖഫ് ബില്ലിൽ കെ രാധാകൃഷ്ണൻ എം പി സംസാരിക്കുകയാണ്. തത്സമയം ദേവസ്വം ബോർഡുകൾ ഒരിക്കൽ ഒരു ദേവസ്വം ബോർഡിലെ മെമ്പറുടെ പേര് ഒരു ക്രിസ്ത്യൻ പേരുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മന്ത്രി സുരേഷ് ഗോപിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യൻ പേര് വന്നതിൻ്റെ പേരിലാണ് അത് ക്രിസ്ത്യാനിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ കലാപം നമ്മുടെ കേരളത്തിലുണ്ടായി. അതായത് ഹിന്ദു ദേവസ്വം ബോർഡിലേക്ക് 1987 ഹിന്ദു ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ സമരം അന്നാണ് അവിടെ നടത്തിയത്. സർ 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 പ്ലീസ് ബഹുമാനായ മിനിസ്റ്റർ അറിയാം. Sir, please conclude. Let me complete. Please conclude. Within 30 seconds, you complete, please. 30 seconds. Sir, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള അവസരം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം. മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്താനുള്ള ഈ ശ്രമത്തിനെതിരായിക്കൊണ്ട് നമ്മുടെ നാട് ആകെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. സാർ, ഇവിടെ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അതായത് ഈ ബില്ലിനെ അനുകൂലിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, സാർ, നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് ഫാസിസത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് ആ ഹിറ്റ്ലറുടെ ഫാസിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് വിലാപകാവ്യമാണ്. അദ്ദേഹം പറഞ്ഞു, അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റിലായിരുന്നു. രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു സോഷ്യലിസ്റ്റിലല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റല്ല. പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ്.